അല്ല എന്നിട്ടത് കവർ കല്ലൂരിതാണോ മാമ കൊണ്ടുവന്നേ കവറാ അതായിരിക്കാ എല്ലാവർക്കാ നീ സേവ് ചെയ്യോ കണ്ണൻ ചേട്ടന് ഉടുപ്പിട്ടിട്ടില്ലേ അല്ല ഉടുപ്പിട്ട് തരാട്ടമ്മ അയ്യോ എന്റെ മോനെ ഷേവ് ചെയ്യില്ലേ ഹായ് കണ്ണ ഹായ് പറഞ്ഞേ കണ്ണനപ്പം രാവിലെ തന്നെ അത്ര ഉഷാറിലല്ല കാരണം ഇന്ന് ഞങ്ങൾ നൂലപ്പം ഉണ്ടാക്കിയേ നൂലപ്പം ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ കഴിക്കാൻ പറ്റില്ല നീ അല്ലേ വാവേ നൂലപ്പൊക്കെ ഇഷ്ടമാണ് പക്ഷേ അത് കഴിക്കുമ്പോൾ എവിടെ നിന്നില്ലാത്തൊരു ചുമയും തുമ്മലൊക്കെ വരും ഞങ്ങൾക്ക് ഒരു ഹായ് പറഞ്ഞേ കണ്ണൻകുട്ടിയെ കണ്ണൻകുട്ടിയുടെ കാലേ അത് ഞാനിങ്ങനെ പതുക്കെ മാറ്റണം ഇപ്പം വേദന ഇത്തിരി കുറവൊക്കെ ഉണ്ട് കേട്ടോ ചില സമയത്ത് നല്ല പെയിൻ ഉണ്ട് ചില സമയത്ത് വലിയ കടകണ്ട അതൊരു പൊസിഷനിൽ പിടിക്കുമ്പോഴാണ് എന്തിനാ 2 ദിവസം മുൻപ് ആകെ പേടിച്ചു പോയെന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങാനായിട്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നേ ഇടയ്ക്ക് പറയട്ടെ അമ്മ കാര്യങ്ങൾ ഇടയ്ക്ക് ഉണരും കരയും പിന്നെ ഞാൻ തട്ടിക്കൊടുക്കും തലോടി കൊടുക്കും അപ്പോൾ ഉറങ്ങും പിന്നെ ആദ്യം എണീക്കും കരയും അപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല അപ്പം ഞാൻ വിചാരിച്ചത് ഇടുപ്പിൻ്റെ അവിടെ വേദന ഉണ്ടാകും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ കുഞ്ഞി തലോണയൊക്കെ എടുത്തിട്ട് ഇവിടെ വെച്ചൊക്കെ കൊടുത്തു എന്നിട്ടും പിന്നെ ഇത് തന്നെ അവസ്ഥ പിന്നെ അവന് തണുപ്പ് ഉള്ളത് കാരണേ കാലിൻ്റെ ഇടയൊക്കെ എപ്പോഴും ഐസ് പോലെ ഇരിക്കാം അപ്പം അത് കാരണം കുറച്ചൊക്കെ കണ്ണം പറയാമെന്നാണ് പറയണേ അപ്പം അത് ബലം പിടിക്കില്ലേ അപ്പം അത് കാരണം സോക്സ് ഇട്ടിട്ടൊക്കെ എടുക്കാം അപ്പോൾ ഇവനിങ്ങനെ ബലം പിടിച്ചിട്ട് എന്താണെന്നറിയില്ല സോക്സിൻ്റെ ഉള്ളിലേക്ക് കണ്ടിങ്ങനെ പിടിക്കുമ്പോൾ ഒരു വേദന പോലെ സോക്സിൻ്റെ ഉള്ളിലേക്ക് ഈ വിരലുണ്ടല്ലോ ഇപ്പോഴും ചെറിയൊരു ഇതുണ്ട് കേട്ടോ ആ വിരലുമ്മേ വലിയ കുഴപ്പമില്ല ഈ ചെറുവിരലുണ്ടല്ലോ ഈ ചെറുവിരൽ ഫുള്ളായിട്ട് ഭയങ്കര ഫ്ലെക്സിബിളാണ് അവൻ്റെ വിരലുകളെ ഈ ചെറുവിരൽ കാലിൻ്റെ ഇവിടെ വരെ വളഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങി ഇങ്ങനെ ഇരിക്കണം ആ സോക്സിൻ്റെ ഉള്ളിൽ പെട്ടുമ്പോൾ ഇന്ന് വർത്താനം പറ്റുന്നില്ല കണ്ടപ്പോൾ നമുക്ക് ആകെ പേടിയായി കാരണം വിരലിന് ഒരു ബലമില്ല ആകെ ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ ഇരിക്കുക നമ്മൾ തൊടുമ്പോൾ അതിനൊരു ജീവനില്ലാത്തതുപോലെ ഇങ്ങനെ ഇരിക്കണം ഒരു അനക്കില്ല ഇപ്പോൾ തൊടുമ്പോൾ ഇത്തിരി ബലമൊക്കെ ഉണ്ടല്ലോ ഇതൊരു അനക്കില്ല സംഭവത്തിന് അതുകൊണ്ടിപ്പോൾ നമുക്ക് ആകെ പേടിയാണ് അവനാണെങ്കിൽ തൊടുമ്പോൾ വേദനയും കാണിക്കുന്നുണ്ട് നീരുണ്ടായിരുന്നില്ല ചെറുതായിട്ടൊന്ന് ചുവപ്പ കളറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ആകെ പേടി അപ്പം തന്നെ കൊണ്ടുപോയി ഓർത്തോനെ കാണിക്കാനായിട്ട് അപ്പോൾ ആൾ പറഞ്ഞു പേടിക്കാൻ ഞാൻ ഒടിഞ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും ചതവോ എന്തെങ്കിലും പറ്റിയ ഒന്ന് എക്സ്റേ എടുത്ത് നോക്കണം അപ്പോൾ ഡോക്ടർ പറയണത് അങ്ങനെയല്ല ഇവർ കാലം അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ലല്ലോ അതുകൊണ്ട് വിരലുകളൊക്കെ ഭയങ്കര ഫ്ലെക്സിബിളായിരിക്കും എങ്ങനെ വളഞ്ഞു പോയാലും ഒടിയില്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഈ വിരലിൻ്റെ ജോയിൻ്റ് ഉണ്ടല്ലോ ആ കുഴ തെറ്റാനാണ് ചാൻസ് ഉള്ളതല്ലാതെ ഒടിയൊന്നുമില്ല എന്ന് പറഞ്ഞു പേടിക്കാനേ ഇല്ല എന്ന് പറഞ്ഞു കേട്ടപ്പോൾ സമാധാനം ചോദിച്ചു എക്സ്റേ എടുത്ത് നോക്കണം ഒടിയോ ചതവോ എന്തെങ്കിലും ഉണ്ടാവോ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നല്ല നീരൊക്കെ വെച്ച് ആകെ പ്രശ്നമായിട്ടിരുന്നാൽ അങ്ങനെയൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല വല്ല ബാമോ ഐസോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു ഇറച്ചി കൂട്ടാനുണ്ടാക്കിയിട്ടുണ്ട് അതിന് ഞാനും അതെ കുറേ നേരമായി കിടന്ന് തുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഒട്ടും പറ്റണില്ല ഈ മസാലക്കൊത്തുകൾ അതുപോലെ പൊടി ആദ്യമൊന്നും ഒരു അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ മസാലക്കൊത്ത് പൊടി രാവിലെ തന്നെ തുമ്മലാണ് അല്ലേ കണ്ണ ഇപ്പോൾ കണ്ണൻകുട്ടിക്ക് ഞാൻ പഴമൊക്കെ മറ്റേ ശർക്കരയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് നൂലപ്പം കഴിച്ചില്ല രാവിലെ തന്നെ പടികളൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെയല്ല ഇന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് എണീറ്റത് കല്യാണിനെ ഇന്നലെ രാത്രി ചേലൂരൊക്കെ പോയി കൊണ്ടുവന്ന് കല്യാണി ഉണ്ട് കേട്ടോ ഇവിടെ കുറേ ദിവസമായി കല്യാണി അവിടെയായിരുന്നു കൊണ്ടുവന്ന് ഞങ്ങൾ കിടന്നപ്പോഴൊക്കെ ഒരുപാട് ലേറ്റായി ഉറങ്ങാനൊക്കെ ഞാൻ 12 മണി എങ്ങാണ്ട് ഉറങ്ങിയപ്പോൾ ഇപ്പം ഇന്ന് സൺഡേ ആയത് കാരണം നേരെ വൈകി എണീറ്റപ്പോൾ പിന്നെ പണികൾ ഇങ്ങനെ വൈകി പോയി അല്ലേ കണ്ടാ ഞങ്ങൾ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം കേട്ടോ വേദനയുണ്ടോ അവരോട് പറഞ്ഞേ വേദനയുണ്ടോയെന്ന് ക്യാമറയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞേ വേദനയുണ്ടോ കാലുമ്മേ ഉണ്ടോ ആരെ വേദനയാക്കിയ മോൻ്റെ കാല് ആരെ വേദനയാക്കിയത് ഞാനന്ന് എല്ലാം എൻ്റെ തല്ലിക്കുക ആരെ മോനെ തല്ലിയത് ആരെ തല്ലി അമ്മ ആരെ മോനെ പാപ്പ തരാത്തത് ആരാ കണ്ണ ഉറങ്ങി ഞാനാ പാപ്പ തരാത്തെന്ന് പറയും കണ്ണന് ഏറ്റവും ഇഷ്ടാരിയാ കണ്ണന് ഏറ്റവും ഇഷ്ടം തല തിരിച്ചാൽ മാത്രം പോലെ കണ്ണും തുറക്കണം
ഏറ്റവും ഇഷ്ടം ആരെയാ? കണ്ണുറങ്ങിയിട്ടാ ഞാൻ പായിരട്ടെ. ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ട്. ആ കണ്ണിൻ്റെ ഉള്ളിലുണ്ട്. എന്താണ് അവ തുറക്കാത്ത? ഇടയ്ക്കുണ്ട് കേട്ടോ അങ്ങനെ. അവൻ്റെ കണ്ണിൻ്റെ പീലികൾ ഭയങ്കര നീളമുള്ളതല്ല, ചിലപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പീലി പോവും. അപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെ കണ്ണടച്ച്. ഏറ്റവും ഇഷ്ടം ആരെയാ? ഏറ്റവും ഇഷ്ടം പാപ്പ തരാത്ത കാല് വേദന എടുപ്പിക്കുന്ന ആളാരാ? ആളെയല്ലേ ഏറ്റവും ഇഷ്ടം? ആരാ? ആരാണ് പൊണ്ണീൻ്റെ? കുഞ്ഞുമണി ഞങ്ങൾ പോയി പാപ്പ കഴിക്കട്ടെ. ഞങ്ങളെ നേരെ ഇവിടെ. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കൽ അല്ലെങ്കിൽ എഡിറ്റിങ് അതിനേക്കാളൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നെറ്റിപ്പട്ട ഉണ്ടാക്കുന്നതിനാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചെങ്കിലും വരുമാനമായിട്ട് വരുന്നത് ഈ ഒരു കാര്യത്തിൽ നിന്നാണ്. അപ്പോൾ അതും കൂടെ നടന്നു പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ണൻകുട്ടിക്ക് ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പണിക്കിരിക്കും. അപ്പോൾ കുറേ വലിയ ഓർഡറുകളുണ്ട്. ഇതൊക്കെ 4, 4.5, 5 അങ്ങനെയൊക്കെയുള്ള ഓർഡറുകളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലാണ്. അപ്പോൾ എനിക്ക് ഇത് ലാസ്റ്റത്തെ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അടിയിലുള്ള കുഞ്ചെല്ലാം കെട്ടണം. പിന്നെ കുറേ ഇങ്ങനത്തെ ചെറുതുകളുണ്ട് കേട്ടോ. ഇതാരുടെ അടിയുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. ഇതിന് നൂല് കെട്ടലും കൂടിയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2-3 എണ്ണം ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തീർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരം പോലെ ഇത് കേട്ടാലോ. ഇതിനേക്കാളും ചെറുത്, അരേനേക്കാളും ചെറുത്, ഒരു കാലും അല്ല അരയുടെ അത്രയ്ക്ക് ഏകദേശം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കുഞ്ഞിത് നമുക്ക് വേണമെങ്കിൽ ഡോറുമ്മയൊക്കെ വെറുതെ ഇങ്ങനെ ഭംഗിയിലൊക്കെ ഇടാനൊക്കെ ആയിട്ട് പറ്റുന്ന കുഞ്ഞൊരു നെറ്റിപ്പട്ട കേട്ടോ. ചെറിയ പൈസയ്ക്ക് വരുള്ളൂ കേട്ടോ ഇതിന്. അപ്പോൾ നെറ്റിപ്പട്ടം വീട്ടിൽ വേണമെന്ന് അത്ര ആഗ്രഹമുണ്ട്. കയ്യിൽ പൈസ ഇല്ല എന്നുള്ളവർക്കൊക്കെ ഈ കുഞ്ഞ് നെറ്റിപ്പട്ടങ്ങൾ വളരെയധികം യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുഞ്ഞു നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. ഇത് അധികം പണിയില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. 4 അടി 5 അടിയൊക്കെ വരുമ്പോൾ നല്ല പണിയാണ്. അത് ബോൾസുകൾ ഒട്ടിച്ചെടുക്കാൻ തന്നെ നല്ല പണിയാണ്. ഒരുപാട് ടൈമും വേണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പണികളൊക്കെ ഇരിക്കുക. ഇതിൻ്റെ വലിയ നെറ്റിപ്പട്ടത്തിൻ്റെ കുഞ്ചിലാണ്. എൻ്റെ അടിയിൽ ഇനി നൂലൊക്കെ ഇങ്ങനെ കെട്ടി ഒക്കെ ആക്കണം. ഞാനപ്പോൾ ഇതൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. നമ്മുടെ മുതലാളി ഇവിടെ TV കണ്ട് കിടക്കുക. കല്യാണി രാവിലെ ഞാൻ നൂലപ്പം ഉണ്ടാക്കിയപ്പോഴേ അതിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അരിപ്പൊടി മുണ്ടയുടെ കണ്ണത് ഡബയിലിട്ട് വെച്ചേക്കാം. എന്തിനാണാവോ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച്. അപ്പോൾ ഇതാണ് നമ്മളുള്ള പണികൾ. ഇത് കുഞ്ഞു നെറ്റിപ്പട്ടങ്ങൾ, ഇതൊരെണ്ണം. ഇതിൻ്റെ കൊട്ടിക്കലുകളൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ കുഞ്ചെല്ലാം കെട്ടൽ മാത്രമേ ഉള്ളൂ. അതിന് ഇനി നൂലൊട്ടിക്കണം. ഇതുകൾക്കും അതേ നൂലൊട്ടിക്കണം. ഇവിടെ കുറച്ച് കുഞ്ഞിതുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നെറ്റിപ്പട്ട മയത്തിലാണ് ഇരിക്കുന്നത് ആളൊക്കെ. ഇത് നമ്മുടെ കണ്ണ മുതലാളി ദാസപ്പ മുതലാളി ഇവിടെ. ദാസപ്പ മുതലാളി ഇവിടെ കളിക്കുക. ദാസപ്പനോ ദാസപ്പന അവിടെ കളിക്കുകയാണ്. കണ്ണപ്പം മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ല കണ്ണപ്പം മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാനും കണ്ണനും കൂടിയാണ് പണിയാൻ പോണത്. കണ്ണനാണ് മുതലാളി. എന്താ മുതലാളി പറയുന്നത് എന്താ ഇഷ്ടം. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ പണികൾ ഇപ്പോഴത്തെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 12:30 ആയിട്ടാണ്. ചോറൊക്കെ കൊടുക്കേണ്ട നേരമായിട്ടുണ്ട്. കുറച്ച് നേരം ആ കുഞ്ചലൊന്ന് കെട്ടിക്കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് നേരം കിട്ടുമ്പോൾ ഓരോന്നായിട്ട് ചെയ്യാനിരിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. കണ്ണാ അമ്മ ഇങ്ങോട്ട് എടുത്തിട്ട് പോണു. ഈ ക്യാമറ കണ്ണത് ഞാനും കൂടി ചിക്കൻ കറി എന്തായി നോക്കാൻ വന്നതാട്ടോ. ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയത്. അപ്പം അതെന്തായി നോക്കാൻ വന്നത്. കണ്ണന് പിന്നെ പഴം ഇങ്ങനെ ശർക്കരയിൽ നെയ്യിലൊക്കെ ഇട്ടിട്ട് ഞാൻ വഴറ്റിയൊക്കെ ആക്കി. അപ്പം ഞങ്ങളത് എന്തായിരുന്നു നോക്കട്ടെ. വെള്ളം വറ്റാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ കണ്ണൻകുട്ടീനെ അടക്കം എടുത്തിട്ട് അല്ല കണ്ണൻകുട്ടീനെ അടക്കം എടുത്തിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞേ കണ്ണൻകുട്ടീനെ അടക്കം എടുത്തിട്ട് കണ്ണൻകുട്ടിക്ക് പാപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഒരാൾക്കാരെ വെയിറ്റ് ചെയ്യാൻ പോവാം. അപ്പം ഇവിടെ 2 വിരുന്നുകാരുണ്ട്. അത് കാരണം ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ വെച്ച് ആരെ വെയിറ്റ് ചെയ്തിരിക്കുക. അല്ല കണ്ണനറിയാട്ടെ ആരാന്ന് നിങ്ങളോട് പറയില്ല. പറയണ്ട അവരടുത്ത് പറയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയണ്ടെന്ന്. കണ്ണൻ കുളിച്ചതിന് മുൻപ് ഇട്ട് പാമ്പറൊക്കെ ഇവിടെ കിടക്കുക. അല്ല കണ്ണപ്പിയെ ഇനി പാമ്പറിലൊന്നും ഉമ്പിളിലോ അപ്പടിലോ നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണൻ്റെ അടുത്ത്. ഇനി കണ്ണൻ ബാത്റൂമിൽ പോയിട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ TV വെച്ച് തരട്ടെ. ഇനി വേറെ ഒന്നുമില്ല കേട്ടോ.
കഴിക്കാനായിട്ട് പഴം അതൊന്നും ആക്കിയിട്ട് ഇവിടെ വന്നിരുന്ന് ടി വി ഒക്കെ കണ്ട് ആൾക്കത് കൊടുക്കും. ഇപ്പോൾ ടി വിയുടെ മുന്നിലിരുന്നിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ആൾ അതിൽ ലയിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം അതൊന്ന് റെഡി ആക്കിയിട്ട് വരെ. അതുവരെ കണ്ണാൻ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ വർത്താനം പറയും. മൈക്ക് തരാം. മൈക്ക് വേണോ? മൈക്ക് വേണോ? ഞാൻ മൈക്ക് തരാം. കണ്ണൻ്റെ ഡ്രസ്സിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മൈക്ക് കേട്ടാ. കണ്ണാ എന്തെങ്കിലുമൊക്കെ പറയും. മൈക്ക് ഉണ്ടല്ലോ എടുത്ത് പറഞ്ഞേ. പറയ് പറയ് വാവ പറയ്. വാവേ കണ്ണ വാവേ കയ്യൊക്കെ ഇങ്ങനെ വെച്ചാണ് അങ്ങനെ വെച്ചില്ലേ. മൈക്ക് എടുത്തല്ലേ പറയും. മൈക്ക് കിട്ടി പിന്നെ വിടാൻ പാടില്ല. മൈക്ക് കിട്ടി ഇങ്ങനെ പ്രസംഗിക്കണം. പറയ് പറയ്. മൈക്ക് കിട്ടി പിന്നെ നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല. മൈക്ക് കിട്ടി പ്രസംഗിക്കണം. ആണ് പ്രസംഗിച്ചേ കേൾക്കട്ടെ. ഹലോ നമസ്കാരം, ഞാൻ കണ്ണൻകുട്ടിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമാണ്. ഞങ്ങൾ രാവിലെ പാപ്പ കഴിച്ചു, ചായ കുടിച്ചു, കുളിച്ചു, കുരു തൊട്ടു. അമ്മച്ചി പാപ്പ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൊണ്ടുവന്ന് കെടുത്തിട്ടുണ്ട്. ആരെങ്ങണ്ടൊക്കെ വരും എന്ന് പറയുന്നുണ്ട്. ആരാ നീ ചെയ്യാ? നിങ്ങളോട് വൈകില്ല. നിനക്ക് പറയ് പറയടോ പറയ്. ഇല്ല പറയില്ല പറയില്ല. അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടോ. ഞങ്ങളെ ഇവിടെ റെൻറ്റിനാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഓസ് വെച്ചിട്ടാണ് കേട്ടോ വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം എടുക്കാറുള്ളത്. വേറെ പൈപ്പൊന്നും അതിന് വേണ്ടി സെറ്റ് ചെയ്യണ്ടെന്നൊക്കെ കരുതി നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് പോകാനുള്ളവരല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നത്. ചില ദിവസങ്ങളിൽ ഈ ഓസ് മെഷീനിൽ നിന്ന് താഴേക്ക് വീഴും, അവിടെ നിറച്ച് വെള്ളവും. ചിലപ്പോൾ റൂമിലേക്ക് വരെ വെള്ളം എത്തിയിട്ടുള്ള ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിടുക്കം പിടിച്ച് ഞാൻ ചെയ്ത ദിവസങ്ങളിലായിരിക്കും എനിക്ക് അങ്ങനത്തെ പണിയൊക്കെ കിട്ടാറുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു പണി കിട്ടിയിട്ട് ഞാനിങ്ങനെ കഷ്ടപ്പെട്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടി അവിടെ ഹാളിൽ കിടക്കാൻ കേട്ടോ. ഇതൊന്നും ആക്കിയിട്ട് വേണം അവൻ്റെ അടുത്ത് പോയിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ കറിയും കൂടെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലത്തെ പരിപാടികൾ കഴിഞ്ഞു. ഞാൻ വേറെ വെച്ചേക്കുന്നത് കുമ്പളങ്ങയും പരിപ്പും കൂടെ ചാറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ് കല്യാണിക്ക് കൊണ്ടുപോകാനായിട്ട് ഗ്രീൻ പീസ് കറി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ 3 കറി ഉണ്ട് കേട്ടോ. പപ്പടം കാച്ചണം എന്ന് വെച്ച് നോക്കിയപ്പോൾ പപ്പടം കഴിഞ്ഞിരിക്കുകയായിരുന്നു. വിരുന്നുകാർ വന്നു കടഫ്രൈ. അമ്മ ഹെൽമെറ്റ് വെച്ചിട്ട് മുടി നോക്കി. അയ്യോ കാട ഫ്രൈയാ? നിങ്ങൾ ഷാപ്പിലൊക്കെ കയറിയൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വരണേ. എന്റെ തലയാതെ മുടി ശരിക്കും വെച്ചാടാ. ഇതെന്തിട്ടൊക്കെ പറയണേ? കണ്ണുകുട്ടിയെ പാപ്പ കഴിക്കാം നമുക്ക്. കണ്ണ അക്രീമ തന്നാ മാമേ, അക്രീമ കൊണ്ടെന്നാ മാമേ. ഓ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലേടോ. കണ്ണനറിയാന്ന് കടയിലത്തെ ആന്റിമാർക്കൊക്കെ. കണ്ണന്റെ മാമനാന്ന് പറഞ്ഞാലൊക്കെ അറിയുള്ളൂ. കണ്ണനാണ് ഫേമസ്. വന്നിട്ട് കൊറേ നേരമായില്ല ഫോണില്. എന്താ വരാത്തെ? അമ്മ എങ്ങനെ എടുക്കണ്? കണ്ണാടി അല്ല അത് സെർച്ച് വേറ കണ്ണാടി വരുത്ത്. അത് വാൽക്കണ്ണാടിയാണെന്നാണ് അമ്മാമ്മ കരുതിയത്. ആ കണ്ണാടിയല്ല അത് സെർച്ചിങ്ങാ ആക്കിയിട്ട് ആ മല്യമ്മാമ്മ എഴുതി കൊടുത്താൽ നമുക്ക്. അപ്പോൾ അവിടെ കണ്ട വീഡിയോസ് ഷോർട്സ് എന്നൊക്കെ. ആ വീഡിയോസ് ലോങ് വീഡിയോസ് ഷോർട്സ് കണ്ട. ഇപ്പൊ മനസ്സിലായാ? ഇനി എന്നിട്ട് മനസ്സിലായേ? ബാക്ക് പോ. അല്ലെങ്കിൽ ആ ചാനലിന്റെ പേരും തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാത്. അതുമ്പോ ഇൻഡു ഉണ്ട് വീഡിയോ പോണുണ്ട് അവിടെ. ആ ഇന്ത്യയിൽ ഇവിടെ വീഡിയോ പോണുണ്ടാ. ഇത് മിൻഡു നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. മനസ്സിലായാ? കണ്ണൊന്ന് പറഞ്ഞെടുത്തേടാ. മനസ്സിലായാ? ഇപ്പൊ ഞാൻ വന്നിട്ട് പറഞ്ഞേ മറക്കുന്നല്ലോ പറഞ്ഞേ. ഓ ഡൗട്ട് ഉണ്ടെങ്കിൽ കണ്ണനെ വിളിച്ചാ മതി. അമ്മേ കണ്ണനെ വിളിച്ചാ മതി. കവറിലൊന്നിട്ടമ്മേ അവിടെ മറന്നു വെച്ചതല്ലേ? ഏത് റോസ് ഇടുവ്?
കല്യാണിയുടെ ഏത് റോസ് കല്യാണിയുടെ? ആ ആ ആ കോട്ടൻ്റെ അല്ലേ? ശ്രുതിയുടെ തെറ്റിയെടുത്തിട്ടുണ്ടെന്നാ ഞാൻ നോക്കാം. ഇനി തെറ്റിക്കോ അത്? ഇനി എൻ്റെ വീഡിയോ വന്നില്ല എന്ന് പറയോ? അമ്മ പഠിക്കുക. ഇൻറ്റുവാ എന്തിനാ ഇൻറ്റു? ഷോർട്സ് കാണണമെങ്കിലല്ല ഇൻറ്റു, വേറെ വീഡിയോസ് വല്ലതുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യണമെങ്കിലാണ് ഇൻറ്റു. അത് വരില്ല, ഇനി ബാക്ക് അടിക്കുമ്പോൾ വരും. ബാക്ക് അടിച്ച് അപ്പോൾ ഈ വീഡിയോ കണ്ട മിനിമൈസ് ചെയ്തപോലെ. അല്ല ഇപ്പം ആ വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ചാനൽ എടുക്കണം എന്നുണ്ടെങ്കിലേ അടിയിലെൻ്റെ ചാനലിൻ്റെ അത് മുഖമില്ലേ അവിടെ ഞങ്ങളുടെ ഇരിക്കണേ ഒരു അടിയിൽ മുകളിലുണ്ട്, അതിലേതെങ്കിലും അമ്മയ്ക്കാൽ മതി. ആ ടൈറ്റിൽ എഴുതിയില്ലേ അതിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ ഒരു പ്രൊഫൈൽ പിക്ചർ. കണ്ണൻകുട്ടിയെ ഓ അമ്മ വർത്താനം പറയൂ ഒന്ന്. അതല്ല വൈകുന്നേരം നോക്കിയാൽ പോരെ ഫോൺ. ഇപ്പം എന്നോട് വർത്താനം പറഞ്ഞൂടെ? ഞാൻ നിർത്തല്ല, ഞാൻ വീഡിയോ എടുക്കുക. കണ്ണൻകുട്ടിയെ അമ്മാമ്മി മോന് സഞ്ചിയൊക്കെ ആയിട്ടിരിക്കുന്നു. നല്ല കണ്ട കവറൊക്കെ ആയിട്ടിരിക്കണ്. ടാറ്റപ്പ് വരണ്ടാള് മാമനെ കണ്ട മാമൻ ചോറൊക്കെ കൊണ്ട് കിടന്ന് ഉറങ്ങി. അവൻ ഉറങ്ങാനാണോ കണ്ണ ഇങ്ങോട്ട് വന്നേ? കണ്ണ അവൻ ഉറങ്ങാനാണോ ഇങ്ങോട്ട് വന്നേ? കണ്ണകുട്ടിയെ അവിടെയാണ് ഇന്ന്. എവിടെയാണ് അവൻ? മാമൻ എവിടെയാ? അതങ്ങോട്ട് നോക്കണ്. അവിടെ ഉണ്ടാവൻ. കണ്ണകുട്ടിയെ വിളിക്കാനോ പോയിട്ട്? കുഞ്ഞാല് വെച്ച് പോയി വിളിച്ചിട്ട് വന്നേ. ആ കല്യാണിയുടെ അന്ന് ഇവിടെ പൊട്ടിയില്ലേ സ്കൂളിൽ, അതുമ്പോൾ തൊടുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ ഒരു തടിപ്പ് പോലെ. ടീച്ചറുടെ അടുത്ത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പക്ഷെ വേദനാന്ന് നോണ പറയേ, അതാണ് പ്രശ്നം. ചിലപ്പോൾ നമ്മ അറിയാണ്ട് തൊട്ട് കഴിഞ്ഞാൽ അവളറിയില്ല. നമ്മൾ നോക്കട്ടെ തൊട ആ ഊ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്ഷൻ ഹീറോ, ഭയങ്കര ആക്ഷൻ കാണിക്കും. കണ്ട മാമേ ദേ മാമൻ എനിക്ക് വരുന്നു. അപ്പോൾ അവർ പോയിട്ടാ. അപ്പോൾ അവരിവിടെ ഉള്ള സമയത്ത് ഞാനേ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ നൂല് കെട്ടാനിരിക്കുകയായിരുന്നു. അപ്പം അതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കുറേ ഈ വൂളൻ ത്രെഡിൻ്റെ അതുമ്മ വരുന്ന കുറച്ച് പേപ്പറുകളാണ്. അപ്പോൾ ഇതാണ് കേട്ടാ ഇപ്പോൾ കെട്ടിയത്, നീലയും ഗ്രീനും ആണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മൾ നീലയാണ് വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും ഭംഗിയെന്ന് തോന്നണം. ഞാനപ്പോൾ കണ്ണൻകുട്ടീനെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ ഇതൊന്ന് ഒതുക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അവന് കുറച്ച് നേരം ഞാനൊന്ന് എക്സസൈസൊക്കെ ചെയ്ത് കൊടുക്കുകയെ. അപ്പോൾ അത് ചെയ്ത് അങ്ങനെ തന്നെ കിടക്കാമെന്ന് വിചാരിച്ച് നിൽക്കാം. ഇതൊക്കെ കളയട്ടെ, അല്ലെങ്കിൽ കല്യാണി വരുമ്പോൾ ഈ പേപ്പറുകളൊക്കെ ഇങ്ങനെ ആകെ പിച്ചി നുറുക്കിയൊക്കെ ഇങ്ങനെ ഇടും. നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സമയത്തെ ഇപ്പോൾ ഒരു 2:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ ബസ്സിന് വന്നാലും ഈ ഒരു സമയത്ത് തന്നെ അമ്മ പോവാം. ഇപ്പോൾ വണ്ടിയിൽ വന്നപ്പോഴും ഈ ഒരു സമയത്ത് തന്നെ പോയി. അത് വേറെ ഒന്നുമല്ല, ജാനിയുടെ സ്കൂള് 3:15 വിടും. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ശ്രുതി ജോലിക്ക് പോയേക്കാം. 1 മാസമൊക്കെ ലീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളിപ്പോൾ പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് 1 മാസമൊക്കെ ലീവ് എടുത്തു കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവായിരിക്കും. അപ്പോൾ ലീവ് വേണ്ട ദിവസങ്ങളിലൊക്കെ ലീവ് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ ജോലിക്ക് പോകുന്നുണ്ടേ. അപ്പോൾ ജാനീനെ ഇപ്പോൾ ഇവിടെ നിന്ന് വിടുന്നത് കാരണേ, ചേലൂരിൽ നിന്ന് വിടുന്നത് കാരണം 2 നേരം കൊണ്ടുവരലും കൊണ്ടുവന്നാക്കലൊക്കെയാണ്. അപ്പോൾ ജാനീനെ കൊണ്ടുവേണം അവർക്ക് പോകാനായിട്ട്. അപ്പോൾ 3:15 ആകുമ്പോഴേക്കും ഇരിഞ്ഞാലക്കുടയ്ക്ക് എത്താനായിട്ടുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവർ പോയത് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ കിടക്കാറുള്ളതാണ്. പാമ്പറിൽ മുമ്പായിട്ടുണ്ടല്ലോ കണ്ണാ
കണ്ണന് പാമ്പേഴ്സൊക്കെ ആൾക്ക് ഇന്ന് വരെ ഇവിടെ ഒരു ബുദ്ധിമുട്ട്, പാമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടൊരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഞാനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കാലത്ത് മാറ്റി, ചിലപ്പോൾ ഒരു ഉച്ചയാകുമ്പോൾ മാറ്റും, കഴിയുമ്പോൾ ഈവനിങ്ങിൽ കുളിപ്പിക്കുമ്പോൾ മാറ്റും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മോഷണമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ മാറ്റും, യൂറിൻ കൂടുതലായത് കണ്ട് അങ്ങനെ മാറ്റും. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുത്ത് കുറേ യൂറിനായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടിയൊക്കെ വരുമ്പോഴല്ലേ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവാം. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്കതങ്ങനെ വിഷയമില്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇല്ല കണ്ട കാലുമ്പോൾ തൊട്ട് കഴിഞ്ഞ പെയിനാ. അത് ഡിസ്ലൊക്കേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലേടാ. അപ്പോൾ എനിക്ക് പഴയ എക്സ്റേ കണ്ണന് സർജറി ചെയ്ത സമയത്ത് എക്സ്റേയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ എക്സ്റേയും ആ എക്സ്റേയും കൂടെ കമ്പയർ ചെയ്തിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും അന്നേ ഡിസ്ലൊക്കേഷൻ ആയിട്ടുണ്ടോ, അതിപ്പോൾ പെട്ടെന്ന് തന്നെ വന്നതാണോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഇന്നലെ എനിക്ക് അലമാരയിലൊക്കെ തിരഞ്ഞപ്പോൾ എനിക്ക് പഴയ എക്സ്റേ കിട്ടി, 2022 എക്സ്റേ കിട്ടിയിട്ടോ. അപ്പോൾ ഞാനത് അയച്ചു കൊടുത്തു, ഓർത്തോൻ്റെ ഡോക്ടർക്ക് അയച്ചു കൊടുത്തപ്പോൾ സാറ് പറഞ്ഞു അന്നേ ഡിസ്ലൊക്കേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 കാലിനും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അന്ന് 2 കാലിനും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ 2 കാലിനും അന്നും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ളതല്ല, പക്ഷെ എന്തോ ഇവനിപ്പോൾ എല്ലുകളൊക്കെ നീളമൊക്കെ വെച്ച് വരികയല്ലേ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പൊസിഷൻ. കണ്ണന് നീളം വെക്കാൻ തുടങ്ങിയപ്പോൾ മുതൽക്കാണ് ഈ കാലിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രോസ് ആവാൻ തുടങ്ങിയത്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത്. നീളം ചെറുതായിരുന്ന സമയത്ത് ഞാൻ ഇതിലൊരു ഫോട്ടോ ഇടാം കേട്ടോ. ഇത് ഒരു എത്രയാ 2-3 വയസ്സ് അങ്ങനെയൊക്കെ പ്രായമുള്ള സമയത്ത്. അന്നൊക്കെ കാല് കണ്ടോ, കാലിന് നീളം അധികം ഇല്ല, അപ്പം അധികം വലിയ വിഷയമില്ല, കാലങ്ങനെ ക്രോസ് ആയിട്ടിരിക്കുന്നില്ല, നല്ല മസിൽസ് ഉണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ കാല് വലുപ്പം വെക്കാൻ തുടങ്ങിയപ്പോൾ മുതൽക്കാണ് ഈ ക്രോസ് ലെഗ് ആണെങ്കിലും മസിൽസ് ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ ആണെങ്കിലും ഒക്കെ വരാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ നമ്മൾക്കതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും പറയുന്ന ഡിസ്ലൊക്കേഷനൊന്നും ആയതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. എന്നാലും ഞാനിനിപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നുണ്ട്. എനിക്കറിയാം, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ നല്ലൊരു ഡോക്ടർ തന്നെയാണ് ഓർത്തോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് നോക്കാം, ആരെങ്കിലോടും കൂടെ ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ അത് വലിച്ചിടാന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ എല്ല് സ്ഥാനം തെറ്റിപ്പോയതിനെയാണല്ലോ ഈ പറയുന്നത്. അപ്പം അത് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആകുമെന്ന് പറയും. പക്ഷേ നമുക്കറിയാം എല്ലിനൊക്കെ നമുക്കൊരു ചതവ് പോലും പറ്റിച്ചിട്ടുണ്ടെങ്കിലുള്ള പെയിൻ നമുക്കറിയാം. അപ്പം ഈ എല്ല്, ഇവിടുത്തെ ഈ ഒരു എല്ല് വലിച്ചൊക്കെ ഇടാന്നൊക്കെ പറയുമ്പോൾ നല്ല പെയിനായിരിക്കും. പക്ഷേ ആ പെയിൻ ആ ഒരു സമയത്ത് പെയിൻ സഹിച്ചിട്ട് പിന്നെയും അത് പെർമനൻ്റായിട്ട് അങ്ങനെ നിൽക്കുമെങ്കിൽ നമുക്ക് ആ പെയിൻ അവന് സഹിക്കട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ അതങ്ങനെയല്ല. പിന്നെയും എപ്പോഴെങ്കിലുമൊക്കെ ഈ ബലം പിടിക്കുമ്പോഴും തള്ളുമ്പോഴൊക്കെ ചിലപ്പോൾ പിന്നെ സ്ഥാനം തെറ്റി പോകാനായിട്ട് ചാൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ അവന് വെറുതെ പെയിൻ കൊടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനെ കൊണ്ട് പറ്റുന്ന നേരങ്ങളിലൊക്കെ കുഞ്ഞു എക്സസൈസുകൾ കാലിനൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. പക്ഷേ പെയിനാണ് അവന്, ചില സമയത്ത് ചെയ്യുമ്പോൾ നല്ല പെയിനാണ്. അതുകൊണ്ട് അവന് ഞാൻ മാക്സിമം ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കണ്ണൻ്റെ പല്ലിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ വന്നിരിക്കുന്ന സമയത്തെ സർജറി അമൃതയെന്നൊക്കെ നമ്മളോട് സർജറി ചെയ്യണം, അവർ എന്തായാലും വേഗം സർജറി ചെയ്യണം, അല്ലെങ്കിൽ ഓൾറെഡി ബ്രെയിനൊരു ഇൻഫെക്ഷൻ ഉണ്ട്. അവരിപ്പോൾ എന്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ മോശമാക്കി പറയുന്നതല്ല, എപ്പോഴാണെങ്കിലും ഇപ്പോൾ കണ്ണനെ ഞാൻ ലാസ്റ്റ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ് ബ്രെയിൻ സർജറി ചെയ്യാനാണ്. അതെന്തിന്? ഈ ടൈറ്റ്നെസ് കുറയാനായിട്ട് ഒരു എക്യുപ്മെൻറ്റ് നമ്മുടെ ബ്രെയിനിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു എക്യുപ്മെൻ്റ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ ടൈറ്റ്നെസ് കുറയാനായിട്ട് യൂസ്ഫുള്ളാവുമെന്ന്. അത് 1.5 ലക്ഷം രൂപയുടെ സർജറിയാണ് കേട്ടോ, ബ്രെയിനിലേക്കുള്ള സർജറി. ഉറപ്പില്ല, വേറെ നടക്കുന്നോ ഇരിക്കുന്നോ ഒന്നുമില്ല, ഈ ടൈറ്റ്നെസ് ജസ്റ്റ് കുറഞ്ഞ് കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ്. അങ്ങനെയൊക്കെ പറയുമ്പോഴേ അതൊക്കെ ഭയങ്കര ഹൈ റിസ്ക്കാണ്. നമുക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇപ്പം ഈ പല്ലിൻ്റെ കേസ് വന്ന സമയത്തും നമുക്ക് ഫസ്റ്റ് ടൈം നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ ഓൾറെഡി ഒരു വൈറൽ ഇൻഫെക്ഷൻ ബ്രെയിനിൽ വന്നിട്ടുണ്ട്,
പിന്നെ ഇനിയിപ്പോൾ പല്ലിൽ നിന്നൊക്കെ തലയിലേക്കൊക്കെ ഇൻഫെക്ഷൻ വരാനായിട്ട് എളുപ്പമാണല്ലോ. അപ്പോൾ അവരതാണ് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഓൾറെഡി ഇൻഫെക്ഷൻ ഉള്ള ബ്രെയിനിലോട്ട് പിന്നെയും അങ്ങനെ ഇൻഫെക്ഷൻ കയറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഡാമേജ് ആവും, ഇതാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് ടെൻഷൻ അടിച്ചിട്ടേ. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ചെറിയ റിസ്ക് എടുത്താലും കുഴപ്പമില്ല, വെറുതെ പ്രശ്നങ്ങൾക്ക് നിൽക്കണ്ട, ചെയ്യാം. അനസ്തേഷ്യ റിസ്ക്കാണ്, ഹൈ റിസ്ക്കാണ് അവർ പറയുന്നത്. നമ്മളുടെ ഒരു ഉറപ്പിൻ്റെ പേരിൽ ചെയ്യാം. നമ്മൾ കൺസേണൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ഞങ്ങൾക്ക് കുഴപ്പമില്ല, എന്ത് അപകടം ഉണ്ടായാലും ഞങ്ങൾ അത് നിങ്ങളല്ല ഞങ്ങളാണ്, അത് ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ അത്രയും ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് അറിയാവുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നേ, ശൈലജ എന്ന് പറഞ്ഞിട്ട് 32 വയസ്സ് വരെ ആളുടെ മോനെ ശരത്തിനെ പൊന്നു പോലെ നോക്കിയിട്ട് ഈ അമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് ശരത്ത് അമ്മയില്ലാണ്ട് മോന് ഭൂമിയിൽ പറ്റില്ല മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ വരയ്ക്കുന്നത് വരെ അവർ രണ്ടുപേരും എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ ആ ആൻറ്റിയുടെ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും നിൽക്കും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഓൾറെഡി ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ട്, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം അവർക്ക് വേദനയില്ലാത്ത, അവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യാം. അല്ലാതെ അവർക്ക് വേദന കൊടുത്തും കൊണ്ട് നമ്മൾ അവർക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വരും, അല്ലെങ്കിൽ എത്രത്തോളം അവർ മുന്നോട്ട് അവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് ഒരു ഏകദേശ ധാരണ നമ്മൾക്കുണ്ട്. എന്നിട്ടും പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവും, ഇതാവും എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ചും കൊണ്ടുള്ളൊരു കാര്യത്തിന് നിൽക്കരുത് എന്ന് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പല്ല് അങ്ങനെ എടുക്കാൻ നിൽക്കണ്ട, എല്ലാവരും കൂടി എടുക്കാൻ നിൽക്കണ്ട, ഇത്രയും റിസ്ക് പറയുമ്പോൾ എടുക്കാൻ നിൽക്കണ്ട, കേടാവുന്നത്. അപ്പം 33 വയസ്സെത്തിയ ശരത്തിന് വായിൽ പല്ലുകളൊന്നുമില്ല. രണ്ടാമത് വന്ന പല്ലുകൾ ഒക്കെ ഇങ്ങനെ കേടായി, ബ്രഷ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്താ പറയുക തുപ്പാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ പല്ലുകളൊക്കെ കേടായി പോവാണ്. ഇപ്പോൾ ഈ 33 വയസ്സുള്ള ശരത്തിൻ്റെ വായ മുഴുവൻ പല്ലില്ലാണ്ട് കുഞ്ഞുണ്ണികളുടെ വായ പോലെ ഇരിക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ വരുന്ന പല്ലുകൾ എടുത്ത് കളയും. അങ്ങനെയാണ് അവർ ചെയ്തിരുന്നതെന്നൊക്കെ പറയാം. അപ്പം ഞാൻ പറയാണ്, ഓൾറെഡി വേദന ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അപ്പം ഞാനായിട്ട് ഇപ്പോൾ എക്സസൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവനെ കുറേ വേദന കൊടുക്കാറില്ല. കാരണം എന്തിനാ ഇപ്പം അങ്ങനെ വേദന കൊടുക്കുന്ന, അവർക്ക് സന്തോഷം കൊടുക്കുക, വേദന ഇല്ലാത്ത രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ. ഞാൻ എന്തോ ഭയങ്കര ആവേശഭരിതയായിപ്പോയി സംസാരിച്ച് വന്നപ്പോൾ. ഞാനിങ്ങനെയൊന്നും സംസാരിക്കാമെന്ന് വെച്ച് വന്നിരുന്നതല്ല. അമ്മാമ്മയും മാമനൊക്കെ പോയി വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ച് മാത്രം വന്നതാണ്. അപ്പം ഞങ്ങൾ രണ്ടാളുടെയും കുറച്ച് സമയമാണ് കേട്ടോ. ഇതിൽ ആരെയും ഞങ്ങൾ കടത്താറില്ല. ചിലപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് എഴുതും. ഒരു 3/4 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ ജസ്റ്റ് ഒന്ന് കിടക്കുകയുള്ളൂ, ഉറങ്ങുമൊന്നുമില്ല. 4 മണിയാകുമ്പോൾ കല്യാണി വരും. അപ്പോഴേക്കും ചായയൊക്കെ ആക്കണം, അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. പിന്നെ രാവിലെ തുണിയൊക്കെ കഴുകി ഡ്രയറിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഭയങ്കര വെയിലായിരിക്കും. അപ്പം ഞാൻ ഈവനിങ്ങിൽ തുണി കൊണ്ടുപോയി വിരിച്ചിടാറുള്ളൂ. പിന്നെ ആ ഒരു ഇത് കഴിയുമ്പോൾ കുളിക്കലും മോന് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മടി പോലെയാണ്. പിന്നെ പണികളെടുത്ത് വയർത്തൊക്കെ ഇരിക്കാനായിട്ടൊരു ഇഷ്ടക്കുറവാണ്. അപ്പോൾ പിന്നെ അത് ഈവനിങ്ങിലേക്ക് മാറ്റിക്കും. പിന്നെ ഈവനിങ്ങിൽ കുറച്ച് പണികളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ അതും കൂടെ അങ്ങ് ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം എക്സസൈസൊക്കെ ചെയ്ത് എൻ്റെ മോന് ഞാൻ മസിലൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. അല്ലേ കണ്ണൻ വേറെ ഏതോ ലോകത്താണ്. അപ്പോൾ കണ്ണനെ കണ്ടണ്ടേ നിങ്ങൾക്ക്? അയ്യോ ഇല്ല കണ്ണൻ അവർ ചോദിക്കുകയാണേ കണ്ണനെ നേരെ ഇരിക്കും. കണ്ണനെ ആരാ എക്സസൈസൊക്കെ ചെയ്ത് വേദന എടുപ്പിക്കാറ്? ആരാ? ഞാനടാ കണ്ണൻ ഏറ്റവും ഇട്ടാരിയാ? അന്നെയാണെങ്കിൽ എനിക്കൊരു ഉമ്മതാ, നാണം കിടത്തല്ലേ വേഗം. എന്താ ഒരു ഉമ്മതാ അന്നെയാണെങ്കിൽ എനിക്കൊരു ഉമ്മതാ. കവള് ഇവിടെ കൊണ്ടുവന്ന് വെച്ചില്ല, ഒരു ഉമ്മ തന്നൂടെ? ഇങ്ങോട്ട് തന്നതാ, ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ. ഇങ്ങോട്ടാ. അമ്മയുടെ പൊന്നാണെങ്കിൽ തരൂ, അമ്മയുടെ പൊന്നാണെങ്കിൽ അമ്മയ്ക്ക് ഉമ്മ തരും. അച്ചോ കച്ചു കണ്ട, എൻ്റെ പൊന്നാണ് കേട്ടാ. നിങ്ങളുടെ ഒന്നും പൊന്നല്ല കേട്ടാ, എൻ്റെ പൊന്നാണ് കേട്ടാ.
ഞങ്ങൾ കൊച്ചേരം ഞങ്ങളുടേതായ ലോകത്തിരിക്കട്ടെ ഉറങ്ങിയ ഉമ്മി ഇത്തിരി വലിയ തെക്കനാണ് അത് ഇരിച്ചുമ്പോഴറിയണത്. പിന്നിലൊരു വളവുണ്ട് കേട്ടാ, നേരെ ആവണം. അതിനെടുത്താ അതിനെടുത്ത് ഇങ്ങനെ അടി അടിച്ചേ അടി. ആ കുട്ടീനെ വേദനിപ്പിക്കണ അടി അടിച്ചിട്ടുണ്ടല്ല മോന്തര ഷേപ്പ് മാറ്റൂ. എൻ്റെ അടുത്ത് നമ്മൾ തെറാപ്പിക്കൊക്കെ കൊണ്ടുപോകുമ്പോഴേ അവർ പറയുന്നൊരു കാര്യമുണ്ട്, പൊസിഷനിങ് കറക്റ്റ് ആയിരിക്കണം എന്ന്. നമുക്ക് എടുത്തുമ്പോഴാണെങ്കിലൊക്കെ കറക്റ്റ് പൊസിഷനിൽ കിടക്കണം. നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കില്ലേ, കുറച്ചേരൊക്കെ കിടക്കുള്ളൂ. ഇപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും, അവൻ കാല് പൊക്കി എടുത്ത് വെക്കുക. അപ്പോൾ പലരും ഇങ്ങനെ പെയിൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പില്ലോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റൊക്കെ വെക്കുന്നത്. പക്ഷെ പില്ലോൻ്റെ മുകളിൽ കൂടെയൊക്കെ ഞങ്ങളുടെ കാല് പൂട്ടാ അല്ലേ കണ്ണാ. ഇപ്പോൾ തല ഇങ്ങോട്ട് തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കുഞ്ഞി പില്ലോ വെച്ചത്. എന്നിട്ടും കണ്ട തലണ അതൊക്കെ തട്ടി ഇങ്ങോട്ട് തിരിഞ്ഞു പോവാം. അപ്പോൾ കാല് ഇങ്ങനെ കറക്റ്റ് നേരെ ഇരിക്കണത്. ഇപ്പോൾ ഇവിടെ കുറച്ച് വളവൊക്കെ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത്. നമ്മൾ അധികം ബലം പിടിച്ച അല്ലെങ്കിൽ നിർബന്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ദേഷ്യം വരും. ആ ഇപ്പം കറക്റ്റായിട്ട് കാണണില്ലേ? ഇത്രയും ഉണ്ടല്ല നമ്മുടെ കണ്ണൻകുട്ടി, വലിയ ചെക്കനാണല്ലേ കണ്ണാ, വലിയ ചെക്കനാണല്ലേ. ഞങ്ങൾ കുറച്ച് നേരത്തൊന്ന് പൊസിഷനിങ് അതുപോലെ തന്നെ ഞാൻ വേറൊരു ഇതും കൂടി ഉണ്ട്. നമ്മളെപ്പോലെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന കുറച്ച് ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വേറെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞുതരാം. ഈ പൊസിഷനിങ് ചെയ്യാൻ പറ്റിയ കുറച്ച് 1-2 മെത്തേഡുകളൊക്കെ ഉണ്ട്. അത് ഞാൻ ഒരു വീഡിയോയിൽ അത് മാത്രമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞെടുക്കുന്ന വീഡിയോ അല്ലേ കണ്ണാ. പൊസിഷനിങ് ശരിയായിട്ടൊന്നുമില്ല. തല ഇങ്ങോട്ടൊന്നല്ല തിരിഞ്ഞിരിക്കേണ്ടത്, ഇങ്ങോട്ടൊന്നല്ല ഇരിക്കേണ്ടത്, ഇങ്ങനെ ഇരിക്കണം. അതെ, ഇപ്പോഴാണ് സുന്ദരക്കണ്ണനായത്. ഇങ്ങനെ കിടക്കണം, നീണ്ടു നിവർന്ന് കിടക്കണം. ആഹാ അമ്മടി സുന്ദരി കുട്ടി എവിടെയാ? ഇങ്ങനെ കിടന്നോളൂ കേട്ടോ. രാത്രി ഇങ്ങനെ കിടക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.